സാധാരണ PSC, SSC, RRB അതുപോലെ IBPSന്റെ ഒക്കെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വരാനുള്ള ഒരു തരം ചോദ്യമാണിത്. എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായി നിങ്ങൾക്ക് ഈ 3 ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അതായത് x⁻n = a ആണെങ്കിൽ അതിനർത്ഥം x = a⁻1/n ആണെന്നാണ്. അതുപോലെ x⁻m × x⁻n എന്ന് പറഞ്ഞാൽ x⁻m+n ആയിരിക്കും. x⁻m = x⁻n ആണെങ്കിൽ ഇതിൻ്റെ പവറുകൾ അതായത് m = n ആയിരിക്കും. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ തന്നിരിക്കുന്നത് 2⁻a, 3⁻b, 6⁻−c എന്നിവ ഈക്വൽ ആണെന്നാണ്. നമുക്ക് തൽക്കാലത്തേക്ക് 2⁻a ഒരു k എന്ന് വിചാരിക്കാം. ഓക്കെ, k എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് നമ്പറാണ്. അപ്പോൾ 3⁻b എന്തായിരിക്കും? അതും k ആയിരിക്കും. 6⁻−c k ആയിരിക്കും അല്ലേ? ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലോ ഇത് 3ഉം ഈക്വൽ ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ k⁻1/a ആണെന്ന് കിട്ടും അല്ലേ? ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് മാറ്റി എഴുതിയതാണ്. അതേ രീതിയിൽ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ k⁻1/b ആയിരിക്കും. 6 എന്ന് പറഞ്ഞാൽ k⁻−1/c ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണല്ലോ. 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആകുമ്പോൾ ഈ 2 സംഖ്യകൾ ഗുണിച്ചാൽ ഈ സംഖ്യ കിട്ടണമല്ലോ. അപ്പോൾ നമുക്ക് ആ രീതിയിലൊന്ന് എഴുതാം. അതായത് k⁻1/a × k⁻1/b എന്ന് പറഞ്ഞാൽ k⁻−1/c ആയിരിക്കും. അതായത് k⁻1/a × k⁻1/b എന്ന് പറഞ്ഞാൽ k⁻1/a + 1/b ആയിരിക്കും. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് മാറ്റി ചെയ്തതാണ്. ഇക്വേഷൻ്റെ ഇപ്പുറത്തെ സൈഡിൽ k⁻−1/c തന്നെ ഉണ്ടാവും. x⁻m = x⁻n ആണെങ്കിൽ k⁻, അപ്പോൾ ഇതിൻ്റെ പവർ ഈക്വൽ ആയിരിക്കും. അതായത് 1/a + 1/b എന്ന് പറഞ്ഞാൽ -1/c ആയിരിക്കും. നമുക്ക് ഈ -1/c ഒന്ന് ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പം 1/a + 1/b -1/c ഇക്വേഷൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ +1/c ആവും. ഈക്വൽ ടു ഇവിടെ ഒന്നും ബാക്കി ഉണ്ടാവില്ല, 0 എന്ന്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനല്ലേ? 1/a + 1/b + 1/c = 0 ആയിരിക്കും. അതായത് ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരം വരിക.